Hello everyone, welcome back to my YouTube channel. This is Edits and Tips and it's me, Anashwara. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഹായ് എവരിവൺ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഠിക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഉണ്ടാകും. കാരണം പുതിയ ചാപ്റ്റേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് പുതിയതായിട്ട് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാകും. സോ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമുക്ക് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ നമുക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും. ദെൻ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ വീക്ക്ലി പ്ലാനിങ് ഉണ്ടാക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ ആക്ടിവിറ്റീസും നമ്മളതിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് നമ്മളത് ഇൻക്ലൂഡ് ചെയ്യണം. തേർഡ് തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റഡി ടേബിൾ നല്ല വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് പഠിക്കാനൊരു ആഗ്രഹം തോന്നുന്നത് എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണ്. ടേബിളിൽ വേണ്ട ഒരു കാര്യമാണ് ഒരു വാട്ടർ ബോട്ടിൽ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചില സമയത്ത് നമ്മളുടെ ഇങ്ങനെ ബോഡി ഇങ്ങനെ പഠിച്ച് നമുക്ക് ഭയങ്കര ഇതാവുന്ന ടൈമിൽ നമുക്ക് വെള്ളം കുടിക്കുമ്പോൾ കുറച്ചും കൂടി ഊർജ്ജം കിട്ടുന്നുണ്ട്. വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ടേബിളിലായിട്ട് ഒരു ക്ലോക്ക് ആവശ്യമുണ്ട്. ഈ ക്ലോക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളുടെ ടേബിളിൽ ആവശ്യമായിട്ട് വേണ്ട സാധനമാണ്. ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ടൈം മാനേജ് ചെയ്ത് പഠിക്കണം. പിന്നെയും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് എന്ന് പറയുന്നതും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പ്ലാന്റ്സ് ആണ് നമുക്ക് കൂടുതൽ ഓക്സിജൻ തരുന്നത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പ്ലാന്റ്സ് നമ്മുടെ റൂമിലുള്ളത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന സ്ഥലത്തുള്ളത് നല്ലൊരു കാര്യമാണ്. നല്ലൊരു എനർജി നമുക്ക് കിട്ടുന്നതായിരിക്കും പ്ലാന്റ്സിൽ നിന്ന്. അതിന് ശേഷം നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മൾ മടുത്തതിന് ശേഷം നമ്മൾ ഒരു ബ്രേക്ക് എടുക്കുന്ന ടൈമിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മ്യൂസിക് കേൾക്കുന്നതും പിന്നെ എൻവയോൺമെൻ്റലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും, ഇനി അതുമല്ല ഫാമിലി ആയിട്ടുള്ള കുറച്ച് സംഭാഷണങ്ങളാണെങ്കിലും ഇതൊക്കെയാണ് നമ്മളിങ്ങനെ ഇടയ്ക്ക് ബ്രേക്ക് ടൈം എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഏകദേശം പ്രൊഡക്റ്റീവായിട്ട് തന്നെ പോകുന്നതായിരിക്കും. പിന്നെ ആൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ നമ്മൾ പഠിക്കുക. അപ്പം ഇങ്ങനെ പഠിച്ച് നമ്മളിങ്ങനെ ഒരു വീക്ക് നമ്മൾ നോക്കുക. അതിന് നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ ആ ഡേ പ്ലാനൊക്കെ ഒന്ന് മാറ്റി നോക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിലായിട്ടൊരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ എല്ലാവരും ചെയ്ത് നോക്കുക. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. പുതിയ വീഡിയോസ് എന്തെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ സബ്സ്ക്രൈബ് അവർ ചാനൽ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.